ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 4 ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്ക് ജസ്റ്റ് നമ്മളൊന്ന് പറയാണ്. 214 തുടങ്ങി നമ്മൾ ക്ലാസ് എടുക്കും, മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്ക് ദ സൗത്തേൺ ഡയനാസ്റ്റീസ് ആണ്. അതിൻ്റെ ബാലൻസ് ഭാഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. 214 സ്റ്റാർട്ട് ചെയ്യുന്നത്, മാച്ച് ദ ഫോളോയിങ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു മണിക്കൂറൊക്കെ ഉള്ള വീഡിയോ ആയിരുന്നു. അപ്പം നോക്കാം. 214 മാച്ച് ദ ഫോളോയിങ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ഡൈനാസ്റ്റി ഫൗണ്ടർ: എ ബഡാമി, 1 രാഷ്ട്രകൂട, ബി ദ്വാരാസമുദ്ര, 2 കക്കാട്ടിയ, സി വാരാങ്കൽ. സോറി കേട്ടോ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഈ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നമുക്കതിന് ശേഷം 214 ക്വസ്റ്റ്യൻ പറയാം. നമ്മൾ ടിക്ക് ചെയ്തേക്കുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, കാരണം മനുഷ്യനാണ്, തെറ്റുകൾ വരാം. അപ്പോൾ ടിക്ക് ചെയ്തേക്കുന്നതാണ് കറക്റ്റ് നമ്മൾ ആൻസറായിട്ട് നമ്മൾ ചെയ്തു പോകുന്നത്. പക്ഷെ ഇതിൽ തെറ്റുകൾ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറിജിനൽ ആൻസേഴ്സ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ തുടങ്ങിയ ടൈമിൽ നമ്മളെ ഒറിജിനൽ ആൻസേഴ്സ് വീഡിയോയിൽ കാണിച്ചിരുന്നു. പക്ഷേ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് ഞാൻ മറന്നുപോയി. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഒറിജിനൽ ആൻസേഴ്സ് കാണിക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ. ഈ വീഡിയോയിൽ നമ്മൾ 2 പ്രാവശ്യമായിട്ട് തന്നെ ഒറിജിനൽ ആൻസേഴ്സ് നമ്മൾ കാണിക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി CSETക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒറിജിനൽ പ്രിന്റഡ് ആൻസേഴ്സ്. അതിന് വേണ്ടിയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ട് തന്നെ 2 ടൈംസ് നമ്മൾ വീഡിയോയിൽ ഇത് പ്രസൻറ്റ് ചെയ്താലും വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ ഈ രീതിയിൽ തന്നെ ടിക്ക് ചെയ്തേക്കുന്നേരം നമുക്ക് ആൻസറായിട്ട് പറഞ്ഞ് പോകാം. പക്ഷെ നിങ്ങൾക്കത് കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് ഒരിക്കൽ കൂടി ഒറിജിനൽ ആൻസേഴ്സ് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ ഈ സെക്ഷൻ്റെ ഒറിജിനൽ പ്രിന്റഡ് ആൻസേഴ്സ് ആണ് കാണിക്കുന്നത്. അത് 1 മുതലാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വീഡിയോയിൽ വരുന്നത്. നമുക്ക് നോക്കാം. 214 ആൻസർ ഉണ്ട്, കറക്റ്റ് തന്നെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും 2 ടൈംസ് ആണെങ്കിലും 3 ടൈംസ് ആയാലും 10 ടൈംസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഉള്ള ടൈം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഈ രീതിയിൽ അങ്ങ് സെറ്റ് ചെയ്ത് പോയേക്കുന്നത്. നമുക്ക് ടൈമില്ല, അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യം കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു. നമ്മൾ 214 ആണ് കേട്ടോ. അത് ആൻസർ ബി ആണ് വരുന്നത്. ഞാൻ 1 മുതൽ ഏതായാലും ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഫുൾ ആൻസർ ഇനിയിപ്പം കുറേ കൂടെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ 1 ഉള്ള 2, 3, 4, 5 ഒന്നും നമ്മൾ കാണിക്കില്ല. നിങ്ങൾക്ക് എല്ലാ ആൻസേഴ്സും കറക്റ്റായിട്ട് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് നമ്മളിത് ഫുൾ വീഡിയോയിൽ കാണിക്കുന്നത്. ആണ് നമ്മൾ നോക്കുന്നത്. 214 മാച്ച് ദ ഫോളോയിങ്. 214 മാച്ച് ദ ഫോളോയിങ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ഡൈനാസ്റ്റി ഫൗണ്ടർ: എ ബഡാമി, 1 രാഷ്ട്രകൂട, ബി ദ്വാരാസമുദ്ര, 2 കക്കാട്ടിയ, സി വാരങ്കൽ, 3 ഹൊയ്സാല, ഡി മാനിയക്കേറ്റ, 4 ചാലൂക്യ. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ഡൈനാസ്റ്റി ഫൗണ്ടർ: എ ബഡാമി, 1 രാഷ്ട്രകൂട, ബി ദ്വാരാസമുദ്ര, 2 കക്കാട്ടിയ, സി വാരങ്കൽ, 3 ഹൊയ്സാല, ഡി മാനിയങ്കേട്ട, 4 ചാലൂക്യ. കോഡ്സ്: A, B, C, D. A
2341, B 3124, C 4213, D 4321. Answer B 3124. Answer B 3124. A Badami 3 Hoysala, B Dwarasamudra 1 Rashtrakuta, C Warangal 2 Keketia, D Manyanketa 4 Chalukya, D Manyanketa 4 Chalukya. 215. Match the following. List 1, List 2. Architectural monuments dynasty. A. Kanjuharo, 1 Vijayanagar, B. Konark temples, 2 Pallavas, C. Mahabalipuram, 3 Pradharas, D. Hampi movement, 4 Chandelas. Codes A, B, C, D. A 4321, B 4231, C 3421, D 3124. Answer B 4231. Answer B 4231. A Kanjuharo 4 Chandelas. A Kanjuharo 4 Chandelas. A Kanjuharo 4 Chandelas. B Konark temples, 2 Pallavas, C Mahabalipuram, 3 Pradharas, D Hampi movement, 1 Vijayanagar. 216. Which of the following statements about the society of the Sangam age are not true? A. Brahmins emerged as a regular varna. B. They abstained from eating meat and drinking wine. C. There were regular varnas of Kshatriyas and Vaishyas. D. The ruling classes could come from only the Kshatriyas. Select the answer from the codes given below. A. All of them. B. A and B. C. B and C. D. B, C and D. Answer D. B, C and D. Answer D. B, C and D. B. They abstained from eating meat and drinking wine. C. They were regular varnas of Kshatriyas and Vaishyas. D. The ruling classes could come from only the Kshatriyas. 217. While Megasthenes was the first foreigner to make a mention of the Pandyas, a grammarian of the 4th century BC, who was probably a southerner, was the first Indian to make a mention of the Pandya, Chola, and Chera kingdoms. Who was he? A. Paini, B. Patanjali, C. Bavari, D. Katyana. Answer C. Bavari. Directions. Question 218, 221. Given below are two statements, one labeled as assertion A and other labeled as reason R. In the context of the above two statements, which one of the following is correct? A. Both A and R are individually true, and R is the correct explanation of A. B. Both A and R are individually true, but R is not a correct explanation of A. C. A is true, but R is false. D. A is false, but R is true. 218. Assertion A. The Cholas were the inheritors and continuers of the Pallava traditions in temple construction. Reason are they built numerous monolithic temples throughout their kingdom following the Pallava styles. Answer C. Answer C. A is true, but R is false. Answer C. A is true, but R is false. 219. Assertion A. Some Pallava grants prohibited the entry of royal officers in the granted village. Reason are the granted villages were directly administered by the kind. Reason are the granted villages were directly administered by the kind. Answer is C.
Answer C. A is true but R is false. 220. Assertion A. Construction of temples as tributes to dead kings was a special feature of the Chola period. Reason R. The famous Shiva temple of Gengaikonda, Cholapuram, was built by Rajendra I as a tribute to his father. Reason R. The famous Shiva temple of Gengaikonda, Cholapuram was built by Rajendra I as a tribute to his father. And answer C. Answer C. A is true but R is false. Answer C. A is true but R is false. 221. Assertion A. Rajendra Chola had conquered the southeastern states outside India. Reason R. He had a strong and efficient naval fleet. Answer A. Answer A. Both A and R are individually true, and R is the correct explanation of A. The Southern Dynasties ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് 214 മുതൽ 221 വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദ സൗത്തൺ ഡയനസ്റ്റീസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം എന്നുള്ളതും കൂടി നമ്മൾ പറയണം. ഇനി നമുക്ക് പറയുന്നത് ദ കമ്മിങ് ഓഫ് ഇസ്ലാം. ദ കമ്മിങ് ഓഫ് ഇസ്ലാം 222. കുത്തബ് ഉദ്ദീൻ ഐബക്ക് is said to have built Qutb Uddin Aibak is said to have built beside the Qutb Mosque and the Qutb Minar. Qutb Uddin Aibak is said to have built besides the Qutb Mosque and the Qutb Minar. A. The Arhai in Dhaka, the Jompra Mosque at Ajmer. B. The Kirki Masjid at Jahan Panat. C. The Mausoleum of Khan I Jahan Tilangani. D. The Kila I Kuhna Mosque at Delhi. Answer A. The Arhai Dinka Jompra Mosque at Ajmer. Qutb Uddin Aibak is said to have built besides the Qutb Mosque and the Qutb Minar. A. The Arhai Dinka Jompra Mosque at Ajmer. B. The Kirki Masjid at Jahan Panat. C. The Mausoleum of Khan I Jahan Tilangani. D. The Kila I Kuhna Mosque at Delhi. Answer A. The Arhai Dinka Jompra Mosque at Ajmer. 223. The export of slaves from India was banned by A. Muhammad Tughlaq, B. Firoz Tughlaq, C. Alauddin Khilji, D. Sikandar Lodi. Answer D. Sikandar Lodi. 224. The first surviving true dome in India is A. The Alai Darwaza, B. Sultan Firoz's Madrasa, C. Balban's tomb, D. Arhai Dinka Jompra. Answer A. The Alai Darwaza. 224. The first surviving true dome in India is A. The Alai Darwaza, B. Sultan Firoz's Madrasa, C. Balban's tomb, D. Arhai Dinka Jompra. Answer A. The Alai Darwaza. 225. The gold coins of Muhammad Ghori usually bear A. Goddess Lakshmi on the obverse and his name in Nagari characters on the reverse. B. Kalima on one side and his name on the other in Arabic characters. C. His name on the obverse and name of mint and year of minting on the reverse. D. Zodiac signs on the obverse and his name in Persian characters on the reverse. Answer A. Goddess Lakshmi on the obverse and his name in Nagari characters on the reverse. Answer A. Answer A. Goddess Lakshmi on the obverse and his name in Nagari characters on the reverse.
225. The gold coins of Muhammad Ghori usually bear A. Goddess Lakshmi on the observer and his name in Nagari characters on the reverse. B. Kalima on one side and his name on the other in Arabic characters. C. His name on the observer and name of mint and year of minting on the reverse. D. Zodiac signs on the observer and his name in Persian characters on the reverse. Answer A. Goddess Lakshmi on the observer and his name in Nagari characters on the reverse. 226. The Quetta under the Delhi Sultans was a territorial assignment and its holder was designated Mukti Hu. The Quetta under the Delhi Sultans was a territorial assignment and its holder was designated Mukti Hu. A. Had no claims on the peasant other than the due land tax. B. Was the owner of the Quetta land. C. Was entitled to claim forced labor from the cultivars. D. Had claim on the person and property of the peasants. Answer B. Was the owner of the Quetta land. 227. The rate of land revenue was highest during the reign of A. Ghiyasuddin Balban, B. Alauddin Khilji, C. Ghiyasuddin Tughlaq, D. Muhammad bin Tughlaq. Answer D. Muhammad bin Tughlaq. 228. The use of spinning wheel chakra became common during the A. 9th century AD, B. 10th century AD, C. 12th century AD, D. 4th century AD. Answer D. 4th century AD. 229. Which of the following provided the revenue for the Delhi Sultanate? A. Carriage, B. Camps, C. Jizya, D. Zakat. Answer A. Carriage. 229. Which of the following provided the revenue for the Delhi Sultanate? A. Carriage, B. Camps, C. Jizya, D. Zakat. Answer A. Carriage. 230. Which of the following were the two basic coins of the Sultanate period? A. Tanka, B. Dam, C. Jittal, D. Rupiah. Answer A. Tankang. Answer A. Tankang. 231. Which one of the following statements regarding Ghiyasuddin Tughlaq's concession to the rural intermediaries is correct? A. He allowed them to impose taxes on peasants. B. He gave them revenue assignments. C. He enrolled them into the Delhi Sultanate army. D. He exempted their lands from tax. Answer D. He exempted their lands from tax. 232. Which one of the following sultans extended agricultural loans called sodars to the poor peasants for promoting cultivation? 232. Which one of the following sultans extended agricultural loans called sondars to the poor peasants for promoting cultivation? A. Balban, B. Alauddin Khilji, C. Muhammad bin Tughlaq, D. Firoz Tughlaq. Answer C. Muhammad bin Tughlaq. 232. Which one of the following sultans extended agricultural loans called sondars to the poor peasants for promoting cultivation? A. Balban, B. Alauddin Khilji, C. Muhammad bin Tughlaq, D. Firoz Tughlaq. Answer C. Muhammad bin Tughlaq. Answer C. Muhammad bin Tughlaq. 233. Who among the following sultans organized the equitas, the army and the currency, the three most important
Organs of the imperial structure of the Delhi Sultanate. A. Qutb Uddin Aibak. B. Shamsuddin Iltutmish. C. Ghiyasuddin Balban. D. Alauddin Khilji. Answer B. Shamsuddin Iltutmish. Answer B. Shamsuddin Iltutmish. 234. Arrange the following rulers of Delhi Sultanate in chronological order. A. Qutbuddin Aibak. B. Balban. C. Iltutmish. D. Nasiruddin. A. D. A. C. B. B. A. C. D. B. C. A. B. C. D. D. C. A. D. B. Answer B. A. C. D. B. Answer B. A. C. D. B. Answer B. A. C. D. B. A. Qutbuddin Aibak. C. Iltutmish. D. Nasiruddin. B. Balban. A. Qutbuddin Aibak. C. Iltutmish. D. Nasiruddin. B. Balban. 235. Choose the set of correct chronological order of dynasties. Choose the set of correct chronological order of dynasties. A. Lodi, slave, Tughlaq, Khilji. B. Slave, Tughlaq, Khilji, Lodi. C. Khilji, Lodi, slave, Tughlaq. D. Slave, Khilji, Tughlaq, Lodi. Answer D. Slave, Khilji, Tughlaq, Lodi. Answer D. Slave, Khilji, Tughlaq, Lodi. 236. 236. Which of the following statements are true regarding Muhammad bin Tughlaq? A. He introduced measures to regulate markets. B. He introduced monetary reforms. C. He increased the taxes paid by the people of the Domb region. D. He invited leaders of different faiths for religious discussions. A and B. B, B and C, C and D, D, A, B and D. Answer B, B and C. Answer B, B and C. B. He introduced monetary reforms. C. He increased the taxes. He increased the taxes paid by the people of the Doab region. നമുക്ക് ഒരിക്കൽ പറയാം. 236. Which of the following statements are true regarding Muhammad bin Tughlaq? A. He introduced measures to regulate markets. B. He introduced monetary reforms. C. He increased the taxes paid by the people of the Domb region. D. He invited leaders of different faiths for religious discussions. Answer B, B and C. B. He introduced monetary reforms. C. He increased the taxes paid by the people of the Domb region. 237. Which one of the following kingdoms was annexed by Balulal Lodi, the Sultan of Delhi, in AD 1484? A. Kashmir. B. Jaunpur. C. Nepal. D. Gujarat. Answer B. Jaunpur. 238. The first Sultan of Delhi who did not allow the ulemas to interfere in political and administrative affairs was A. Balban. B. Alauddin Khilji. C. Muhammad bin Tughlaq. D. Firoz Shah Tughlaq. Answer B. Alauddin Khilji. 239. Which of the following terms refers to the confidential space in Delhi Sultanate? Which of the following terms refers to the confidential space in Delhi Sultanate? A.
എ മ്യൂറേറ്റാബ്, ബി സൈവാർ, സി ടാബിനാൻ, ഡി ബാരിഡ്. ആൻസർ ഡി ബാരിഡ്. 240. Who among the following was appointed as the control of the grain market by Alauddin Khilji during the implementation of market control measures? A. Alpgan, B. Malik Qubal, C. Malik Chejur, D. Kisar Khan. Answer B. Malik Qubal. Answer B. Malik Qubal. 240. Who among the following was appointed as the controller of the grain market by Alauddin Khilji during the implementation of market control measures? A. Alpgan, B. Malik Qubal, C. Malik Keiju, D. Kisar Khan. ആൻസർ ബി മാലിക് ക്യൂബൽ. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മൈക്ക് ചാർജ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇത്രേ എടുക്കാൻ പറ്റുള്ളൂ വീഡിയോയിൽ. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയാം. 241 മുതലാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. 241. 243. 'Match the following' അത്യാവശ്യം വരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് ദ മുഗൾ ഡൈനാസ്റ്റി 1526, 1540 ആൻഡ് 1555, 1857 ആണ് വരുന്നത്. ഇപ്പം ദ മുഗൾ ഡൈനാസ്റ്റി ഒക്കെ നമ്മൾ പറ്റാവുന്ന രീതിയിൽ തന്നെ നമ്മൾ പറയാൻ ശ്രമിക്കും അടുത്ത വീഡിയോയിൽ. മുഗൾ ഡൈനാസ്റ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളൂ വീഡിയോയിൽ. അതിലും ഒരുപാട് 261 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 261 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 262 അങ്ങനെ പോവുകയാണ്. അടുത്ത വീഡിയോ നമ്മളൊരു 2 മണിക്കൂറിൻ്റെയൊക്കെ വീഡിയോ ആയിരിക്കും. ഈ വീഡിയോ അത്യാവശ്യം ചെറിയൊരു വീഡിയോ ആണ്. ചെറിയ വീഡിയോ ഫുൾ തീരെ കുറച്ച് ടൈം മാത്രമുള്ള വീഡിയോ എന്ന് നമുക്ക് പറയാനാവില്ല. എന്നാലും നമ്മൾ ഇതിന് മുന്നൊക്കെ ചെയ്യുന്ന വീഡിയോനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ടൈം കുറവാണ് ഈ വീഡിയോയിൽ. നമ്മൾ സാധാരണ 2 മണിക്കൂറും സംതിങ് ഒക്കെ ഉള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോ നമ്മൾ 2 മണിക്കൂറോളം ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ മുഗൾ ഡൈനാസ്റ്റി കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്സുകൾ കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ടോപ്പിക്കല്ല മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറ്റാവുന്ന രീതിയിൽ തന്നെ ക്ലാസ് എടുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒറിജിനൽ പ്രിൻറ്റഡ് ആൻസേഴ്സ് കാണിക്കാം വീഡിയോയിൽ. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു 2 പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളത്. അപ്പം അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാണ്. ഇതാണ് ഒറിജിനൽ ആൻസേഴ്സ്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്മൾ ഡിഫറെൻ്റ് ആയ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ദയവേതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ
എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. നമ്മൾ സ്പോട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ എന്നുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടൊക്കെ ആ വീഡിയോസൊക്കെ ദയവേത് വാച്ച് ചെയ്യണം. ഹെഡ്ഫോൺ വെച്ച് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അഭികാമ്യമായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വളരെ നല്ല വീഡിയോസാണ്, എൻ്റർടൈൻമെൻ്റ് ആണ്, അതുപോലെ തന്നെ മനസ്സിനൊക്കെ നല്ല ഫ്രഷ്നെസ് നൽകുന്ന വീഡിയോസാണ്. നല്ല സോങ്സ് ഒക്കെയാണ് വീഡിയോയിൽ നമ്മൾ മിക്സ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സോങ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുള്ളതാണ് ഈ വീഡിയോൻ്റെയൊക്കെ പ്രത്യേകത. ദയവേത് വാച്ച് ചെയ്യണം. നമ്മളെല്ലാ ദിവസവും എൻ്റർടൈൻമെൻറ്റ് വീഡിയോ എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ഞാൻ എൻഡ് ചെയ്തിട്ടില്ല, ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തായാലും എൻ്റർടൈൻമെൻറ്റ് വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ദയവായിട്ടുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിന് എടുത്തേക്കണം എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.